റിസൾട്ട് വന്നു. മാർക്ക് എത്രയാ? ഇത്തരം ചോദ്യങ്ങൾ ഇനിയും ആവശ്യമുണ്ടോ? ഇങ്ങനെ ചോദ്യങ്ങളോട് എങ്ങനെ പ്രതികരിക്കാം? ഇതാണ് ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. 1998 മുതൽ ഞാൻ ഭയങ്കര ഈഗർനെസ്സോട് കൂടി കേൾക്കുന്ന ചോദ്യമാണിത്. എങ്ങനെ ആണ് നിങ്ങളുടെ റിസൾട്ട്? എങ്ങനെയാണ് നിങ്ങളുടെ ഉപരിപഠനം നിങ്ങൾ കൊണ്ടുപോകുന്നത്? ഇതൊക്കെ അറിയാൻ നമ്മളെക്കാൾ കൂടുതൽ നാട്ടുകാർക്കാണ് ആഗ്രഹം. ബന്ധുക്കളുണ്ട്, സുഹൃത്തുക്കളുണ്ട്. അങ്ങനെ ചിലപ്പോൾ നമ്മുടെയൊന്നും ബന്ധുക്കളും സുഹൃത്തുക്കളാവില്ല. പാരൻസിൻ്റെയോ ഗ്രാൻഡ് പാരൻസിൻ്റെയോ ഒക്കെ ബന്ധുക്കളും സുഹൃത്തുക്കളാവും. പക്ഷെ ആക്ച്വലി പഠിക്കുന്ന ആളാരാ? നമ്മൾ തന്നെയാണ്. അല്ലേ? നമ്മൾ ഉറക്കം ഉളച്ച് പഠിച്ച് ഉറക്കം ഉളച്ച് പഠിച്ച് നമ്മൾക്ക് കിട്ടുന്ന മാർക്കാണ് നമ്മളുടെ റിപ്പോർട്ട്. ഈ റിപ്പോർട്ട് കൊണ്ട് ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ യാതൊരു ഉപകാരമില്ല. അതാണ് ഒരു പോയിന്റ് ഉള്ളത്. അല്ലേ? പിന്നെ എന്തിനാണ് ഇവർ നമ്മളുടെ കാര്യങ്ങളിൽ ഇത്ര ബോധേഡ് ആവണത്? അറിയില്ല. അറിയാനുള്ള ആഗ്രഹം ആയിരിക്കാം. മെയിനായിട്ട് കാരണം കമ്പാരിസൺ ആണെന്ന് തോന്നുന്നു. എൻ്റെ മാർക്ക്, നിൻ്റെ മാർക്ക്, അടുത്ത ആളുടെ മാർക്ക്, ഇങ്ങനൊരു കമ്പാരിസൺ. 1998 എൻ്റെ 10th കഴിഞ്ഞത്. ആ ഒരു സമയം തൊട്ടേ ഞാൻ കേട്ടിട്ടുണ്ട് ഒരു പരിചയമില്ലാത്ത കുറേ ആൾക്കാർ എൻ്റെ അമ്മയെ വിളിച്ച് ചോദിക്കുന്നു, അമ്മമ്മയെ വിളിച്ച് ചോദിക്കുന്നു, എത്രയാ മാർക്ക്, ജിതയ്ക്ക് എത്രയാ മാർക്ക്. ദേ ആർ വെരി മച്ച് ഈഗർ ടു നോ എബൌട്ട് മൈ മാർക്സ്. പക്ഷേ ഇത്തരം വ്യക്തികളെ ഒരുപക്ഷെ ഞാൻ ജനിച്ചപ്പോൾ പോലും കണ്ടിട്ടുണ്ടാവില്ല. ഇങ്ങനെ ഒരു വ്യക്തികളോ ബന്ധുക്കളോ സുഹൃത്തുക്കളോ അമ്മയ്ക്കോ അമ്മൂമ്മയ്ക്കോ അച്ഛനോ ആർക്കെങ്കിലുമൊക്കെ ഉണ്ടെന്ന് പോലും നമുക്കറിയില്ല. പക്ഷേ റിസൾട്ട് വരുമ്പോൾ കറക്റ്റായിട്ട് അറിയാം, ഇതാ ഇവിടെ ഒരു കുട്ടി 10ാം ക്ലാസ്സിലുണ്ട്, അല്ലെങ്കിൽ ഇവിടെ ഒരു കുട്ടി +2-ലുണ്ട് എന്നുള്ളത്. ഇത്തരം രീതികൾ ഇനിയും കൊണ്ട് നടക്കേണ്ടതുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം. ഓക്കെ, നമുക്കറിയാം ഒരു കുട്ടി 10th കഴിയുമ്പോൾ അല്ലെങ്കിൽ 12th കഴിയുമ്പോൾ ദർ വിൽ ബി എ റിസൾട്ട്, അല്ലേ? ഒരു റിപ്പോർട്ട് കാർഡ്. അത് ആ കുട്ടി പഠിച്ചതിനനുസരിച്ചോ ആ സമയത്തെ എക്സാം എങ്ങനെ എഴുതി എന്നനുസരിച്ചോ അല്ലെങ്കിൽ ആ സമയത്തെ സാഹചര്യങ്ങളനുസരിച്ചോ ഡിപ്പെൻഡ് ചെയ്തിരിക്കാം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എത്രയെത്രയോ ക്രൈസിസുകളിലൂടെ കടന്നു പോകുന്ന കുട്ടികളുണ്ട്. പണ്ടും അങ്ങനെ തന്നെ പേഴ്സണലൈസ്ഡ് പ്രോബ്ലം ഉണ്ട്, അതുപോലെ സിറ്റുവേഷണൽ പ്രോബ്ലംസ് ഉണ്ട്, ഒക്കേഷണൽ പ്രോബ്ലംസ് ഉണ്ട്. ഇതിനിടയിൽ കൂടെ ഒരു കുട്ടി കടന്നുപോയി കഷ്ടപ്പെട്ട് പഠിച്ച കാര്യങ്ങൾ പേപ്പറിൽ പകർത്തി ആ ഒരു 2-3 മണിക്കൂറിൽ അസസ് ചെയ്യുന്ന കാര്യമാണ് അവൻ്റെ റിപ്പോർട്ട് കാർഡിൽ അല്ലെങ്കിൽ അവളുടെ റിപ്പോർട്ട് കാർഡിൽ നമ്മൾ കാണുന്നത്, അല്ലേ? സോ പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ഫോർ ദ എൽഡേഴ്സ്. എല്ലാവരും, മുതിർന്നവരെല്ലാവരും ഒന്ന് മനസ്സിലാക്കുക. നിങ്ങളും ഇതിൽ കൂടെ കടന്നു പോയതല്ലേ? എന്തിനാണ് ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് ആൾക്കാരെ ടീസ് ചെയ്യുന്നത്? ഇതെൻ്റെ ഒരു അഭിപ്രായമാണ് കേട്ടോ. ഇനി കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, ഇഫ് യുവർ റിസൾട്ട്സ് ആർ ഗുഡ്, സ്റ്റേ ഹംബിൾ. യു ഡോണ്ട് നീഡ് ടു പ്രൂവ് എനിത്തിങ്. ഐ എം ഹാപ്പി വിത്ത് ദ എഫേർട്ട് എന്ന് പറയാം. അല്ലെങ്കിൽ കുറച്ച് ഇമ്പ്രൂവ്മെൻ്റ് ആവശ്യമുണ്ടെങ്കിൽ സ്റ്റിൽ ഐ എം ലേണിംഗ് ആൻഡ് ഇംപ്രൂവിങ്. ഓർ യു ക്യാൻ സേ താങ്ക്സ് ഫോർ ആസ്കിങ്. അങ്ങനെയും പറയാം. ഇനി നിങ്ങളുടെ റിസൾട്ട് അത്ര എക്സ്പെക്റ്റഡ് അല്ലെങ്കിൽ ഡോണ്ട് ഫീൽ പ്രഷർഡ് ടു എക്സ്പ്ലെയിൻ എവറിതിങ്. നമ്മൾ ചിലപ്പോൾ ജനിച്ചപ്പോൾ പോലും കാണാത്ത അങ്കിൾമാരും ആൻറ്റിമാരും വന്നിട്ടായിരിക്കും ചോദിക്കേണ്ട റിസൾട്ട് എന്താണെന്ന്. അപ്പോൾ അവരോട് ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. സിമ്പിൾ റിപ്ലേസ് വർക്ക് ബെസ്റ്റ്. ഐ ഡിഡ്ന്റ് ഗോ എക്സാക്ട്ലി ആസ് പ്ലാൻഡ്. അല്ലെങ്കിൽ ഇതൊന്നും ഞാൻ പ്ലാൻ ചെയ്ത പോലെയൊന്നും വന്നില്ല, ബട്ട് സ്റ്റിൽ ഐ ക്യാൻ ഇംപ്രൂവ്. അല്ലെങ്കിൽ ഞാനൊരു കോഴ്സിന് ഓൾറെഡി ചേർന്ന് കഴിഞ്ഞു, ഐ എം നോട്ട് ബോതേഡ് അബൌട്ട് ദ റിസൾട്ട്. മാർക്സ് ആർ ടെമ്പററി, ഐ എം ഫോക്കസിങ് ഓൺ ദ നെക്സ്റ്റ് സ്റ്റെപ്പ്. അങ്ങനെയും പറയാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ മാർക്കൊന്നും പറയേണ്ട യാതൊരു ആവശ്യമില്ല. നമ്മുടെ റിപ്പോർട്ട് കാർഡ് നമ്മുടെ കയ്യിലുണ്ടല്ലോ. ഇഫ് പീപ്പിൾ കമ്പയർ യു വിത്ത് അതേഴ്സ്. നമ്മുടെ നാട്ടിൽ ഉള്ള ഏറ്റവും വലിയ കാര്യം ഞാൻ കണ്ടുപിടിച്ചത് ഇങ്ങനെയാണ്. ഭയങ്കര കമ്പാരിസണാണ്. എത്ര A+ ഉണ്ട്, എത്ര A1 ഉണ്ട്, എത്ര പെർസെൻറ്റേജ് ഉണ്ട്, 90+ ഉണ്ടോ, 95+ ഉണ്ടോ, 80+ ഉണ്ടോ. ഇനി 80% ഉണ്ടായിട്ടുണ്ടെങ്കിൽ 95 ഉള്ള ഒരു കുട്ടിയായിട്ട് കമ്പയർ ചെയ്യും, 96 ഉള്ള കുട്ടികളായിട്ട് കമ്പയർ ചെയ്യും, 98 ഉള്ള കുട്ടികളായിട്ട്, 99 ഉള്ള കുട്ടികളായിട്ട്. ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല, ഇപ്പോൾ ധാരാളം മാർക്കുകളും കിട്ടുന്നുണ്ടല്ലോ. 99.8 അങ്ങനെയൊക്കെ കിട്ടുന്നുണ്ട്. ഇപ്പോൾ 1998 നമ്മൾക്കൊരു 80% വാസ് ദ ഹയസ്റ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു 90s എല്ലാ പെർസെൻറ്റേജും ഹയസ്റ്റ് ആണ്. അങ്ങനെ തോന്നുന്നു. പീപ്പിൾ ആർ വർക്കിംഗ്, ദേ ആർ ഗെറ്റിംഗ് മാർക്സ്, ഓക്കെ, ദാറ്റ് ഈസ് വെൽ ആൻഡ് ഗുഡ്. ബട്ട് ദ പോയിന്റ് ഐ എം ഗോയിങ് ടു സ്ട്രെസ് ഇസ്, please don't compare one child with other. Please don't compare your child with others. Please don't compare your relative's child with your child. If your relatives or friends keep asking repeatedly, set polite boundaries. I would rather not discuss marks too much. എനിക്ക് മാർക്കൊന്നും അങ്ങനെ ഡിസ്കസ് ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറയാം. ഐ എം ഓൾറെഡി പ്ലാനിങ് വാട്ട് ടു ഡു നെക്സ്റ്റ്. താങ്ക്സ് ഫോർ യുവർ കൺസേൺ എന്നും പറയാം.
നമ്മളുടെ ബൗണ്ടറീസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാലോ നമ്മൾ എത്ര പഠിച്ചിട്ടുണ്ട്, അതിനനുസരിച്ച് നമുക്ക് മാർക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അറിയാം. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ റിവാലുവേഷന് കൊടുത്തോ നമ്മൾ ഇമ്പ്രൂവ്മെൻ്റ് ചെയ്തോ മാർക്ക് കൂടി എന്നിരിക്കാം. ഓക്കെ, എനിക്കൊക്കെ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ കെമിസ്ട്രി ഇമ്പ്രൂവ് ചെയ്തിട്ട് ഫുൾ മാർക്ക് കിട്ടിയ ആളാണ് ഞാൻ. പക്ഷെ ഞാൻ എൻ്റെ ഫസ്റ്റ് ഇയറിൻ്റെ മാർക്ക് കൊള്ളായിരുന്ന മാർക്ക് തന്നെയായിരുന്നു. പക്ഷെ ഞാൻ ഇമ്പ്രൂവ് ചെയ്തിട്ട് ഫുൾ മാർക്ക് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ദർ ഇസ് എ സ്കോപ്പ് ഫോർ ഇംപ്രൂവ്മെൻറ്റ്. നമുക്ക് ഇഷ്ടം പോലെ ഇമ്പ്രൂവ് ചെയ്യാനുള്ള അവസരങ്ങൾ നമുക്ക് അതോറിറ്റീസ് തരുന്നുണ്ട്. ദെൻ വൈ പീപ്പിൾ ആർ കൺസേൺ, ഐ ഡോണ്ട് നോ. എനിക്കിപ്പോഴും ആ ഒരു ക്വസ്റ്റ്യൻ മൈൻഡിൽ നിൽക്കണം, വൈ പീപ്പിൾ ആർ സോ മച്ച് കൺസേൺ ആൻഡ് പീപ്പിൾ ആർ പ്രഷറൈസിങ് ചിൽഡ്രൻ. ഇമ്പോർട്ടൻറ്റ് തിങ് ടു റിമെമ്പർ, സക്സസ്ഫുൾ പീപ്പിൾ ഭയങ്കര ഹൈ അച്ചീവേഴ്സ് മാത്രമല്ല, ആവറേജ് പീപ്പിളും സക്സസ്ഫുൾ ആണ്. ഈവൻ തോറ്റുപോയവർ പഠിച്ച് ഇമ്പ്രൂവ് ചെയ്തിട്ട് എനിക്കറിയണ എത്രയോ പേര് എത്രയോ വലിയ എൻ്റർപ്രൂനേഴ്സ് ആയിക്കണു, എത്രയോ വലിയ ബിസിനസ് ആൾക്കാരായിക്കണു. അവരൊന്നും 100-ൽ 100 മാർക്ക് കിട്ടിയവരൊന്നല്ല. ഐ നോ ദാറ്റ്. ഈവൻ മൈ സ്റ്റുഡൻസ് ആർ ദെയർ. യുവർ റിസൾട്ട് ഈസ് എ ചാപ്റ്റർ ഓഫ് യുവർ സ്റ്റോറി, ഇറ്റ്സ് നോട്ട് എ ഹോൾ ബുക്ക്. നമ്മുടെ സ്റ്റോറിയിലത്തെ ഒരു കുഞ്ഞു ചാപ്റ്ററാണ്. ഇപ്പോൾ ഈ 2026 98 എഴുതിയ മാർക്ക് ആരെങ്കിലും എന്നോട് ചോദിക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഈ റിസൾട്ടൊക്കെ വന്ന സാഹചര്യത്തിൽ ഡോണ്ട് ഗെറ്റ് ഡിസപ്പോയിൻറ്റഡ്. ഓക്കെ, പീപ്പിൾ വിൽ ആസ്ക്, പീപ്പിൾ വിൽ ടീസ്, ആൻഡ് സ്റ്റോപ്പ് അപ്പോളജൈസിങ് ഫോർ യുവർ റിസൾട്ട്. ഐ നോ ഇറ്റ്സ് ഓക്കെ ഫോർ മീ. അങ്ങനെ പറയാം. ഡോണ്ട് ഷ്രിങ്ക് യുവർ സെൽഫ്. സ്പീക്ക് നോർമലി ആൻഡ് കാംലി ആൻഡ് മെയിൻറ്റെയിൻ ദ ബോഡി ലാംഗ്വേജ്. നമ്മുടെ ബോഡി ലാംഗ്വേജ് ഒന്ന് താഴ്ന്നു പോയി കഴിഞ്ഞാൽ പിന്നെ സ്ട്രെയിറ്റ് ഓൺ ഫേസ് ആണ് ആൾക്കാർ എടുത്ത് നമ്മളെ ടീസ് ചെയ്യാം. അതെപ്പോഴും മൈൻഡിൽ വെക്കുക. സോ നമ്മുടെ ഹാർഡ് വർക്ക് നമ്മൾക്കറിയാം, നമ്മൾ രാത്രി ഉറക്കമൊളിച്ച് പഠിച്ചറിയാം, നമ്മുടെ സിറ്റുവേഷൻസ് എന്തൊക്കെ നമുക്ക് ഉണ്ടായെന്നറിയാം. ചിലപ്പോൾ നമ്മൾ എക്സാം എഴുതുന്ന സമയത്ത് കുറേ പ്രോബ്ലംസ് ഉണ്ടായിന്ന് വരാം. എത്രയോ സ്ഥലങ്ങളിൽ പേപ്പേഴ്സ് നേരം വൈകി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഇഷ്ടം പോലെ ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. സോ ഡോണ്ട് ബ്ലെയിം യുവർ സെൽഫ് ഫോർ അൺനെസസറി ക്വസ്റ്റ്യൻസ് ആൻഡ് പീപ്പിൾസ്. ആ ഒരു ആൾക്കാരുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ പകച്ചു നിൽക്കരുത്. പ്രിപ്പയർ വൺ കാം ആൻസർ. ഐ ലേൺഡ് എ ലോട്ട് ഫ്രം ദിസ്. അങ്ങനെയോ ഐ എം ഫോക്കസിങ് ഓൺ നെക്സ്റ്റ് എക്സാം നൗ എന്നോ. അങ്ങനെ ഷോർട്ട് കാം, ജസ്റ്റ് ഫിനിഷ് ഇറ്റ്. ഡോണ്ട് ലെറ്റ് മാർക്സ് ഡിസൈഡ് യുവർ സെൽഫ് വർത്ത്. Marks show the preparation for one exam, not your full value as a person. A confident person knows failure can teach, improvement is possible. One result cannot destroy a future. ഒരു റിസൾട്ട് ഒരിക്കലും ഒരാളുടെ ഭാവിയെ തകർക്കുന്നില്ല. അവോയ്ഡ് ഓവർ തിങ്കിങ് പീപ്പിൾസ് ഒപ്പീനിയൻ. പലരും പലതും പറയും, അത് ഓവർ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കരുത്. മോസ്റ്റ് പീപ്പിൾ ആസ്ക് ക്വസ്റ്റ്യൻസ് കാഷ്വലി ആൻഡ് ദേ മൂവ് ഓൺ ദെയർ ഓൺ ലൈഫ്സ്. അവർ വെറുതെ നമ്മളെ ടീസ് ചെയ്തിട്ട് അവരുടെ ലൈഫിലോട്ട് പോയിട്ടുണ്ടാവും. ആൻഡ് വി വിൽ ബി കീപ് തിങ്കിങ് ഓൺ ദ സെയിം തിങ് വാട്ട് ദേ ഹാവ് സെഡ് ടു അസ്. ഡോണ്ട് ക്യാരി ദിയർ കമൻറ്റ്സ് ഓൺ യുവർ ഹെഡ് ഫോർ വീക്സ്. ആഴ്ചകളോളം അവർ പറഞ്ഞ കമൻ്റ് ഒന്നും മൈൻഡിൽ വെക്കരുത്. ഫോക്കസ് ഓൺ ആക്ഷൻ. എംബറാസ്മെൻറ്റ് അതൊന്നും ചിന്തിക്കണ്ട. യു ക്യാൻ ഇംപ്രൂവ് വാട്ട് എവർ യു വാണ്ട്. യു ക്യാൻ മേക്ക് സ്റ്റഡി പ്ലാൻ, ആസ്ക് ഡൗട്ട്സ്, പ്രാക്ടീസ് ഡെയിലി. ഓക്കെ, സ്പീക്ക് കൈൻഡ്ലി ടു യുവർ സെൽഫ്. ആവശ്യമില്ലാത്ത ഇന്നർ വോയിസുകളൊന്നും മൈൻഡിൽ വെക്കണ്ട. എവ്രി വൺ ഈസ് ബെറ്റർ. അങ്ങനത്തെ ഒരു ചിന്താഗതികൾക്ക് ഉണ്ടാവല്ലോ. ഐ ആം ദ ബെസ്റ്റ്, അങ്ങനെ ചിന്തിക്കുക. കോൺഫിഡൻസ് ഡ്രോപ്പ് ചെയ്യണ ഒരു കാര്യം മൈൻഡിൽ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കേണ്ട. ഐ ക്യാൻ ഇംപ്രൂവ് ആൻഡ് വാട്ട് എവർ റിസൾട്ട്, ട്രൈ ടു മേക്ക് യുവർ സെൽഫ് saying this, I am the best. Confidence is not about always winning, it's about believing you can rise again. കോൺഫിഡൻസ് എന്ന് എപ്പോഴും വിന്നിങ് ആ ഒരു കോൺഫിഡൻസ് മാത്രമല്ല, ഇറ്റ് ഈസ് അബൌട്ട് ബിലീവിങ് ദാറ്റ് യു ക്യാൻ റൈസ് എഗെയിൻ എന്നുള്ളതാണ്. അപ്പം ആൾക്കാർ എന്ത് വേണമെങ്കിൽ പറഞ്ഞോട്ടെ, എന്ത് വേണമെങ്കിൽ എംബ്രാസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിക്കോട്ടെ. റിസൾട്ട് വന്നോ, നിങ്ങളുടെ മാർക്ക് എത്രയാണ്, ഇങ്ങനത്തെ ചോദ്യങ്ങൾ നമ്മൾ വലിയ ആൾക്കാരാണ് എന്നെ കേൾക്കുന്നതെങ്കിൽ അത് മിനിമൈസ് ചെയ്യാൻ ശ്രമിക്കുക. എന്തിനാണ് നമുക്ക് അവരുടെ മാർക്ക് അറിഞ്ഞിട്ട് അല്ലേ? അവർ പറയുന്നെങ്കിൽ ഹാപ്പി ആയിട്ട് കേൾക്കാം. വാട്ട് എവർ ദ മാർക്ക് ഈസ്, കൺഗ്രാജുലേറ്റ് ദ പേഴ്സൺ. എത്ര മാർക്ക് കിട്ടിയാലും ആ കുട്ടിയെ അഭിനന്ദിക്കുക. മുതിർന്നവർ ആ കുട്ടിയുടെ ഹാർഡ് വർക്കും ആ കുട്ടിയുടെ ഉറക്കമില്ലാത്ത രാത്രികളും എത്രയോ നോട്ട്സ് എഴുതിയിട്ട് കുട്ടി കൈ വേദനിച്ചിരിക്കാം. ആ കുട്ടിയുടെ ഹാർഡ് വർക്കാണ് ആഫ്റ്റർ ഓൾ ഷീ ഓർ ഹീസ് ഗിവിങ് യു ആസ് എ റിസൾട്ട്. സോ കൺഗ്രാജുലേറ്റ് ദം, അപ്രീഷിയേറ്റ് ചിൽഡ്രൻ. ഓരോ കുട്ടീനെയും അഭിനന്ദിക്കാനുള്ള ഒരു സ്വഭാവം എല്ലാവരിലും ഉണ്ടാവണം. ഓരോ കുട്ടിയുടെ കുഞ്ഞു കുഞ്ഞു എഫേർട്ടിനെയും അഭിനന്ദിക്കാനുള്ള ഒരു മനോഭാവം എല്ലാവരിലും വളർന്നു വരട്ടെ.
വലിയ കാര്യങ്ങളാവട്ടെ, ചെറിയ കാര്യങ്ങളാവട്ടെ. സോ ട്രൈ ടു അപ്രീഷിയേറ്റ് ദ സ്മോൾ ചിൽഡ്രൻ ഇൻ ഫ്രണ്ട് ഓഫ് യു. നമ്മൾ അവരേക്കാൾ എത്രയോ മുതിർന്ന ചിന്താഗതിക്കാരുള്ളവരാണ് അല്ലേ? സോ നമ്മൾ അവരെ അപ്രീഷിയേറ്റ് ചെയ്യാം. ഇതാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇപ്പോൾ 10th റിസൾട്ട് വന്നു, 12th റിസൾട്ട് വന്നു. സോ ഐ തോട്ട് ടു ഡു എ വീഡിയോ ഓൺ ദിസ്. താങ്ക് യു ഫോർ ലിസ്ണിംഗ് ടു മീ, ജിത്ത.